അൻവർ വിഷയം അവസാനിപ്പിച്ചോ, നിലമ്പൂരിൽ കോൺഗ്രസ് ശക്തി എത്രത്തോളമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇന്നലെ നടന്ന കൺവെൻഷൻ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഷാഫി പറമ്പിൽ. ആ നേരം രാഹുൽ മാങ്കൂട്ടത്തിനെ അന്തിച്ചർച്ചയ്ക്കായി അൻവറിന്റെ അടുത്തേക്ക് അയച്ചത് ഷാഫി അല്ലേ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഷാഫിക്ക് കവചമായി മാറിയത് PC വിഷ്ണുനാഥായിരുന്നു. അനാവശ്യമായ വാദങ്ങളോ വിവാദങ്ങളോ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിഷ്ണുനാഥിന്റെ കടന്നുകയറ്റം. ഷാഫിയെ തൊട്ടപ്പോൾ അത് ചോദിച്ചു വന്ന ഒരു യോദ്ധാവിനെ പോലെയായിരുന്നു വിഷ്ണുനാഥ്. ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം. തെരഞ്ഞെടുപ്പ് ഇന്നലത്തെ കൺവെൻഷൻ കണ്ടില്ലേ? ഊർജ്ജസ്വലമായിട്ടുള്ള ഫൈറ്റിന് ഞങ്ങൾ റെഡിയാണെന്ന് ഇന്നലത്തെ കൺവെൻഷൻ തെളിഞ്ഞില്ലേ? വളരെ ആത്മവിശ്വാസത്തിലാണ്. ഒരു യൂണിറ്റായി ഒറ്റക്കെട്ടായി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ UDF നേതാക്കന്മാർ കറക്റ്റ് ഇതൊരു പൊളിറ്റിക്കൽ ഇലക്ഷൻ ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായി നടത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടം ആരാണെന്നുള്ള മെസ്സേജ് വ്യക്തമാണ്. ഞങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാണ്. എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യണമെന്നുള്ളതും ക്ലിയറാണ്. ഈ മറ്റു പ്രശ്നങ്ങളൊക്കെ സെറ്റിലായി കഴിഞ്ഞു. ഈ അൻവർ പോലുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. അത് ജനങ്ങളോട് പറയുന്നതിലാണ് ഞങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് ഇന്നലെ കൺവെൻഷൻ കണ്ട ഏതൊരാൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളത്. ഈ പ്രശ്നങ്ങൾ ഒച്ചപ്പാടും ബഹളവും ഒക്കെ പാലക്കാടും പലതരത്തിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. അവസാനം എന്തോ ഉണ്ടായത്? അന്നും ഞങ്ങൾ അതിന്റെ പിന്നാലെ അല്ല പോയത്. ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പുറകെയാണ് പോയത്. ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ നിന്നത്. അപ്പൊ ആ ഫൈറ്റിൽ ഞങ്ങൾക്ക് ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന ഭയങ്കരമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് താങ്കളുടെ നിർദ്ദേശപ്രകാരമാണ് അൻവറുമായുള്ള കൂടിക്കാഴ്ച. ആ ഹാൻഡിലുകൾ എന്ത് പ്രചരിപ്പിക്കുന്നു എന്നല്ല, ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങുകയാണ്. അതെല്ലാം കഴിഞ്ഞു. ഇനിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഉഷാറായിട്ട് സ്ഥാനാർത്ഥി പര്യടനത്തിലേക്ക് പോവുകയാണ്. പിന്നെ ഇത് രാഷ്ട്രീയ പോരാട്ടമാണ്. പിണറായി വിജയന്റെ സർക്കാരിനെയും അവരുടെ പാർട്ടിയെയും എവിടെ കണ്ടാലും തോൽപ്പിക്കാൻ ആളുകൾ റെഡിയായിട്ട് നിൽക്കുക. അപ്പൊ അത് ആ ആളുകളിലേക്ക് ഞങ്ങൾ ആ രാഷ്ട്രീയം പറയും. ഇവിടെ പെൻഷൻ നിർമ്മാണ തൊഴിലാളിക്ക് 1.5 കൊല്ലമായി പെൻഷൻ കിട്ടിയിട്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ അവരുടെ പ്രതിഷേധം രേഖപ്പെടുന്ന ഇലക്ഷനാണ്. ആശാ വർക്കർമാരുടെ സമരം അത് കണ്ടില്ലെന്ന് അടിക്കുന്ന സർക്കാരാണ്. വന്യമൃഗ ശല്യം അതിനെ നേരിടാത്ത സർക്കാരാണ്. PSCയിലെ റാങ്ക് ലിസ്റ്റുള്ള കുട്ടികൾക്ക് ജോലി കൊടുക്കാത്ത സർക്കാരാണ്. അപ്പൊ ഈ സർക്കാർ വിചാരിക്കുന്നത് ഇതൊന്നും ചർച്ച ചെയ്യാതെ ചുളുവിൽ രക്ഷപ്പെടാന്നാണ്. നിർത്തി വിചാരണ ചെയ്ത് ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും. ഞാൻ ചോദിക്കുന്നത് ഇന്നലത്തെ കൺവെൻഷനിൽ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ബഹുമാന്യനായ പാണക്കാട് തങ്ങള്, മക്കത്ത് നിന്ന് ഹജ്ജിന് പോയ ആള്, അദ്ദേഹം അവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം റെഡിയല്ലേ എന്ന് വിളിച്ചു ചോദിച്ചു എന്ന് പ്രസംഗിച്ചതിന് ശേഷം എല്ലാ മാധ്യമങ്ങളുമല്ല, ചില മാധ്യമങ്ങൾ തങ്ങൾ കുടുംബം വിട്ടുനിന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തു. ഇന്ന് അബ്ബാസ് അലി തങ്ങളാണ് ഈ പര്യടനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ വാർത്ത കൊടുത്താൽ വാർത്ത കൊടുക്കുന്നവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദയവേത് ഇങ്ങനെ ചെയ്യരുത്. കാരണം നമ്മള് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസംഗിച്ചപ്പോ തന്നെ അത് പറഞ്ഞു. പാണക്കാട് തങ്ങള് ഹജ്ജിനെ പോയിരിക്കുകയാണ്, അവിടുന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ മാധ്യമങ്ങളുമല്ല, ചില മാധ്യമങ്ങൾ തങ്ങൾ കുടുംബം വിട്ടുനിന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. ഇത് ഞങ്ങളൊരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയല്ലേ, ഞങ്ങളെന്തിനാണ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വ്യാജ പ്രചരണം നടത്തുന്നത്? അതുകൊണ്ടൊന്നും ഈ തെരഞ്ഞെടുപ്പില് UDFനൊന്നും സംഭവിക്കില്ല. നേതാക്കന്മാരുടെ ചില അഭാവത്തെ പറ്റിയും വാർത്തകളൊക്കെ വന്നു. അവരെ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പോയ ആളാണ്. K. സുധാകരൻ ഇവിടെ വരാൻ പോണ ആളാണ്. അപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എല്ലാ നേതാക്കന്മാരും വരൂലല്ലോ. 17-ാം തീയതി വരെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനാണ്. അവരെല്ലാം ഈ ദിവസങ്ങളിലൂടെ ഉണ്ടാകും. അവർ വന്നു കഴിയുമ്പോൾ ഇന്നലെ കൊടുത്ത വാർത്ത തിരുത്തി കൊടുക്കുമോ? ഇല്ലല്ലോ.